സോ ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട്. എല്ലാവർക്കും എജ്യൂപോർട്ടിൻ്റെ 9ാം ക്ലാസ് CBSE സ്വാഗതം. സോ എൻ്റെ പേര് മുഞ്ചിദ് അബ്ദുൽ സലാം എന്നാണ്. വലിയ പേരായതുകൊണ്ട് ഞാൻ ഇന്നത്തന്നെ ഷോർട്ടാക്കിയാണ് വിളിക്കുന്നത്, മാസർ എന്നാണ് കേട്ടോ. സോ എല്ലാവർക്കും മാസിൻ്റെ മനയിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രോഡക്ഷൻ ടു സെൽ ബയോളജി. പക്ഷേ എന്താണ് സെൽ ബയോളജി? എടാ, നമ്മുടെ 9ാം ക്ലാസ്സിലെ എക്സ്പ്ലോറേഷൻ സയൻസ് ബുക്കിൽ 2ാമത്തെ പാടുണ്ടല്ലോ, അതിൻ്റെ പേരെന്താ? സെൽ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ്. പക്ഷേ എന്താണ് സെല്ല്, എന്താണ് സെൽ ബയോളജി? ഇന്ന് നമ്മളൊരു തീരുമാനം ഉണ്ടാക്കും. റെഡി അല്ലേടാ? സോ നോക്കിക്കേ, സെൽ ബയോളജി വളരെ സിമ്പിളാക്കി പറഞ്ഞാൽ സെൽ ബയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സെൽസ്. സെൽ ബയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സെൽസ്. ഇത്രയേ ഉള്ളൂ. റെഡി അല്ലേ? അല്ല മാഷേ, ആരാണ് ഈ സെല്ല് എന്ന് പറഞ്ഞാൽ? എടാ, സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ എന്താ മാഷേ? അതായത് സെല്ല് കൊണ്ടാണ് നമ്മുടെ ലൈഫിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. സെല്ലുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവൻ ഫങ്ഷൻ ചെയ്യുന്നത്, ജീവൻ നിലനിൽക്കുന്നത്. സോ ദ സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആൾ ലിവിങ് ഓർഗാനിസം. ഒരു വസ്തുവിന് ജീവനുണ്ടോ? ആ ജീവനുള്ള വസ്തുവിനെ ഉണ്ടാക്കിയത് എന്തുകൊണ്ടായിരിക്കാം? സെല്ല് കൊണ്ടായിരിക്കും. ഒരു വസ്തു ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ? ജീവനുള്ള വസ്തുവാണോ? അത് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ എന്ത് വേണടാ? സെല്ല് വേണം. റെഡി അല്ലേ? ദ ആൾ ലിവിങ് തിങ്സ് ഫ്രം ദ ടൈനിയസ്റ്റ് ബാക്ടീരിയം ടു ദ ജൈന്റ് ട്രീ ഓർ ഹ്യൂമൻ ബീങ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ. കുഞ്ഞു കുഞ്ഞു കണ്ണുകൊണ്ട് കാണാത്ത ബാക്ടീരിയ മുതൽ വലിയ വലിയ മരങ്ങളും മനുഷ്യന്മാരടങ്ങുന്ന ജന്തു എല്ലാവരും മക്കളെ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുകൾ കൊണ്ടാകുന്നു. സോ സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. റെഡി? സെല്ലിൻ്റെ ബേസിൽ 2 ടൈപ്പ് ഓർഗാനിസംസ് ഉണ്ട്. അതായത് ഓർഗാനിസംസ് ഒന്നെങ്കിൽ ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസംസ് ആയിരിക്കാം. അതായത് നമ്മുടെ ബാക്ടീരിയകളെ, അമീബകളൊക്കെ പോലെ എന്തായിരിക്കാം എടാ? യൂണിസെല്ലുലാർ ആയിരിക്കാം. ഓക്കെ, യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഓർഗാനിസം കണ്ടെയ്ൻ ഓൺലി 1 സെൽ. ഓക്കെ അല്ലേ? അതല്ലെങ്കിൽ പിന്നെ സാധ്യതയുള്ളത് ഒന്നിൽ കൂടുതൽ സെല്ലുകളുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആയിരിക്കാം. റെഡി അല്ലേ? സോ 2 ടൈപ്പ് ഓർഗാനിസംസ് ആണുള്ളത്. ഒന്ന് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്, 2 മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആകുന്നു. സോ മക്കൾസ്, സെല്ല് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്. ആൻഡ് 2 ടൈപ്പ് ഓർഗാനിസംസ് ഉണ്ട്. ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് സെല്ല്. ഒരു സെല്ല് മാത്രമാണുള്ളതെങ്കിൽ അതെന്താടാ? യൂണിസെല്ലുലാർ. എക്സാമ്പിൾ ബാക്ടീരിയ, ഈസ്റ്റ്, അമീബയൊക്കെയാണ്. ആൻഡ് മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് മില്യൺസ് ഓഫ് സെല്ല് വർക്കിംഗ് ടുഗദർ, ഒരുമിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. പ്ലാന്റ്സ്, ഫിഷ്, ബേർഡ്സ്, ഹ്യൂമൻസ് ഒക്കെ അതിൻ്റെ എക്സാമ്പിളുകളാണ്. റെഡി അല്ലേടാ? ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി ഓഫ് സെൽ ബയോളജിയാണ്. നമ്മുടെ സെൽ ബയോളജി, സെല്ലിനെ പറ്റി പഠിക്കുന്നതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. എടാ, സെല്ലിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി പറ്റുമോ? പറ്റൂല അല്ലേ? സോ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? സെല്ലുകളെ നിരീക്ഷിക്കാറുള്ളത്. 1838 ഓക്കെ, 1838 മത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ, അഥവാ സിമ്പിളായിട്ട് MJ ഷ്ലീഡൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞു. എല്ലാ പ്ലാന്റ്സും മെയ്ഡ് അപ്പ് ഓഫ് സെൽ, അഥവാ ഓൾ പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞത് ആദ്യമായിട്ട് ആരാടാ? MJ ഷ്ലീഡൻ ആണ് കേട്ടോ. ഡിസ്കവർഡ് ദാറ്റ് ആൾ പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ, കമ്പോസ്ഡ് ഓഫ് സെൽ ഇൻ ദ ഇയർ 1838. നെക്സ്റ്റ് വർഷം തന്നെ, അതായത് തൊട്ടടുത്ത വർഷം മക്കൾ നോക്കിക്കേ, 1839 തിയാഡർ ഷൺ എന്ന് പറയുന്ന വേറെ വലിയ സയൻറ്റിസ്റ്റ് എന്താ പറഞ്ഞത്? ഓ, പ്ലാന്റ്സ് മാത്രമല്ല സാറേ, ഓൾ ആനിമൽസ് ആർ ആൾസോ മെയ്ഡ് അപ്പ് ഓഫ് ഓർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. നോക്കിക്കട്ടെ, ആൾ ആനിമൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. റെഡി അല്ലേ? സോ എല്ലാ പ്ലാന്റ്സും എല്ലാ ആനിമൽസും സെല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണെന്നുള്ളത് നമുക്ക് 2 വർഷം കൊണ്ട് തീരുമാനമായി. പിന്നീട് ഒരുപാട് വർഷങ്ങൾ വീണ്ടും സെല്ലിനെ പറ്റി ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇൻ 1855 1855 ആയപ്പോൾ വേറെ സയൻറ്റിസ്റ്റ്, പേര് റുഡോൾഫ് വിർഷോ. എന്താണ് പേര്? റുഡോൾഫ് വിർഷോ. അദ്ദേഹം പറയാണ് ഒരു ന്യൂ സെല്ല് ഫോം ചെയ്യുന്നത് പഴയ സെല്ല് എന്നാണ്. നോക്കിക്കേടാ, കൺസെപ്റ്റ് ദാറ്റ് ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അതെന്താ മാഷെ അങ്ങനെ പറഞ്ഞാൽ? അതായത് നോക്കിക്കേടാ, ഇതാണ് ഓൾഡ് സെല്ല്, ഓൾഡ് നിലനിൽക്കുന്ന സെല്ല്. ഈ സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് പുതിയ സെല്ല് ഉണ്ടാകുന്നത്.
സോ ന്യൂ സെല്ല് ഉണ്ടായത് പഴയ പ്രീ എക്സിസ്റ്റിംഗ് സെല്ലുകളിൽ നിന്നാകുന്നു. റെഡി അല്ലേടാ? സോ നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഹിസ്റ്ററി ആയിട്ട് പറയാനുള്ളത്. പ്ലാന്റ്സ് ഉണ്ടാക്കിയത് സെല്ല് കൊണ്ടാണ്, ആനിമൽസ് ഉണ്ടാക്കിയത് സെല്ല് കൊണ്ടാണ്, പുതിയ സെല്ല് ഉണ്ടായി വരുന്നത് പഴയ സെല്ല് എന്നാണ്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്താടാ, ഈ സെല്ലുകളാണ് ജീവന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഒരുമിച്ച് ചേർത്തിട്ട് നമ്മളൊരു സെൽ തിയറി പുറത്തിറക്കി. റെഡി അല്ലേടാ? ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് സെൽ തിയറി. ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ ഭാഗമാണ്. സെല്ലിനെ പറ്റി ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പാഠങ്ങളാണ്. സോ എന്താണ് മാഷെ സെൽ തിയറി? സെല്ലിനെ പറ്റിയിട്ട് ഒരുപാട് സയന്റിസ്റ്റുമാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഒരുമിച്ച് എന്ത് ചെയ്തു, ഒരു തിയറിയാക്കി മാറ്റി. അതാണ് മക്കളെ എന്ത് സെൽ തിയറി. പ്രധാനമായിട്ടും സെൽ തിയറിയിൽ 3 മേജർ പോയിന്റിലാണുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ആൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 1 or more സെൽസ്. എല്ലാ ഓർഗാനിസംസും ഒന്നോ അതിലധികമോ സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ പോയിന്റ് എന്താ? സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ജീവന്റെ അടിസ്ഥാന ഘടകമാണ് സെല്ല് എന്ന് പറഞ്ഞാൽ. ആൻഡ് മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ന്യൂ സെൽസ് ആർ ഒറിജിനേറ്റ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഓൾറെഡി നിലനിൽക്കുന്ന സെല്ലിൽ നിന്നുമാണ് പുതിയ സെല്ലുകൾ ഉണ്ടായി വരുന്നത്. ഓക്കെ അല്ലേ? സോ ഈ 3 കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നതാ? സെൽ തിയറി എന്ന് വിളിക്കുന്നത്. റെഡിയാണോ മക്കളെ? സോ ഇത്രയൊക്കെയാണ് വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സെൽ ബയോളജിയുടെ ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കുകൾ. സോ നമുക്ക് ഇനിയും മക്കളെ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ചെയ്യണം. സോ നിങ്ങൾക്ക് ഇനി എങ്ങനത്തെ വീഡിയോ ആണോ വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാടാ, കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിച്ച് വെക്കുക, നമ്മുടെ ഫ്രണ്ട്സിന് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ദെൻ വേറെ കാര്യം, പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ CBSE 9ാം ക്ലാസ്സിന് മാത്രമായിട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എക്സാം സമയത്ത് നിങ്ങൾക്ക് വേണ്ട നോട്ടുകൾ, PDF ഫയലുകൾ, ഷോർട്ട് നോട്ടുകൾ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ്, നമ്മുടെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസുകൾ, അതുപോലെ ലൈവിന് ലിങ്കുകൾ, ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് ഉണ്ടാവും, നമ്മുടെ എക്സാമിൻ്റെ ടൈം, ഡേറ്റ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾക്ക് 9ാം ക്ലാസ് CBSE മാത്രമായിട്ട് ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് നമ്മളെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ജോയിൻ ചെയ്ത് വെക്കുക, മറക്കണ്ട. നമ്മുടെ ലൈവൊക്കെ കഴിഞ്ഞാൽ അതിലാണ് നമ്മൾ നോട്ടൊക്കെ കിട്ടുക. അതുപോലെ തന്നെ സൂപ്പർ ബാച്ചിൻ്റെ എഡ്യൂപോർട്ടിൻ്റെ 9ാം ക്ലാസ്സിലെ ഏറ്റവും നല്ല മക്കൾ പഠിക്കുന്ന, ഏറ്റവും റിസൾട്ട് നമുക്ക് നേടിത്തരുന്ന മക്കൾ പഠിക്കുന്ന ബാച്ചാണ് സൂപ്പർ ബാച്ച്. സോ സൂപ്പർ ബാച്ച് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് മാത്സിൻ്റെ ബേസിക്സും ഇംഗ്ലീഷിൻ്റെ ബേസിക്സും ഹിന്ദിയുടെ ബേസിക്സും ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. റെഡി അല്ലേടാ? സോ ഈ ഒരു എമൗണ്ട് നോക്കി വെച്ചോ, 4999 49 ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ. സോ മക്കൾസ് ശ്രദ്ധിച്ചിരുന്നോ, നിങ്ങളുടെ 9ാം ക്ലാസ് സെറ്റ് ചെയ്യാനുള്ള ഒരു കിഡിലും ഓഫറാണ്. ഈ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ലഭ്യമാകാൻ, അതല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഓഫർ നിങ്ങൾ ജോയിൻ ചെയ്യാൻ തോന്നുന്ന സമയത്ത് ഇതേ പ്രൈസിൽ തന്നെ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ജസ്റ്റ് നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, ക്ലാസ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക കേട്ടോ. സോ നമുക്ക് ഇനിയും ഒരുപാട് വീഡിയോസായിട്ട് കണ്ടുമുട്ടണം. നിങ്ങൾ വേണ്ട വീഡിയോസിന് സജഷൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.